ജനാധിപത്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതോ MP ആകുന്നതോ MLA ആകുന്നതോ ത്രിതല പഞ്ചായത്തിൽ മെമ്പറാകുന്നതോ വോട്ട് ചെയ്യുന്നത് പോലും തൗഹീദിനെതിരാണ്, ശിർക്കാണെന്നാ പറഞ്ഞത്. എന്തൊരപകടമാണ്! അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കലായി പോവും അത്രേ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്താൽ. ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവ് തന്നെ പറയട്ടെ, ഈ വാദത്തെ വ്യക്തമായ ആൾ തന്നെ പറയാം കേട്ടോളൂ. ജമാഅത്ത് വക്താവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുൽ. ഷിർക്കാണെന്ന് പറഞ്ഞ ഇന്നും ഷിർക്കാൻ, ഇന്നലെ ഷിർക്കാൻ, നാളെ ഷിർക്കാൻ. എന്താ ഷിർക്കാന്ന് പറഞ്ഞത്? ഒരു സംശയങ്ങൾക്ക് വേണ്ട. ഒരാൾ ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ കേട്ടോളൂ, ദൈവേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ദൈവേതര ഭരണവ്യവസ്ഥ നടത്തേണ്ടതിനായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അസംബ്ലിയിൽ പോവുകയും ചെയ്യുന്ന പക്ഷം അത് തൗഹീദിന് വിരുദ്ധവും അനനുവദനീയവുമാണ്. ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി 27 വർഷം എന്നതാണ് ഉദ്ധരിച്ചത്. നമ്മളെ സാക്ഷാൽ മുജാഹിദുകളുടെ പത്രം. എന്താ സംഭവം? അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ, എന്ത് വന്നാലും വേണ്ട, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ, ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ ഷിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്. ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് വരിക, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നോ വോട്ട് രേഖപ്പെടുത്തുന്നോ തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. കണ്ടോ നിങ്ങള്? ഇന്ത്യൻ ജനാധിപത്യത്തോട് പുറംതിരിഞ്ഞിരിക്കും. അതിൽ വോട്ട് ചെയ്താലോ മത്സരിച്ചാലോ അതിന്റെ കൊടി പിടിച്ചാലോ ഒക്കെ അള്ളാഹുവിനെതിരെയുള്ള ആരാധനയാണത്ര. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലവിമാര് ആണയിട്ട് അറുത്തുമുറിച്ചു പേർത്തു പറയുന്നത്. എത്രമാത്രം പിന്തിരിപ്പൻ ആശയമാണിത്. നിങ്ങൾ നോക്കൂ, ഈ ആശയത്തിന്റെ ഭാഗമായി അവര് പറഞ്ഞു, ജനാധിപത്യ രാജ്യത്ത് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം ജീവിക്കുമ്പോൾ ഇവിടത്തെ ഇസ്ലാമേതര ഭരണകൂടത്തിന്റെ തൊഴിലെടുത്ത് ശമ്പളം വാങ്ങാൻ പാടില്ല, അവരെ തൊഴിലെടുത്ത് ശമ്പളം വാങ്ങാൻ പാടില്ല. ഇവിടെ ജഡ്ജിയായി നിന്നാൽ അവൻ മുശ്രിക്കായി പോകും. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ച് വിധി പറയണ്ടേ. അപ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹുവിന്റെ ഹുക്കുമിനെതിരെ ഇനിൽ ഹുക്കുമു ഇല്ലാലില്ലാന്നല്ലേ. അപ്പൊ പടച്ചോന്റെ ഹുക്കുമല്ലാത്തതോ വിധിക്കുക വഴി അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് ശക്തമായി വാദിക്കുകയും അതവരുടെ ഭരണഘടനയിൽ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയാണ്. ഈ ഭരണഘടനയിൽ വളരെ കൃത്യമായി തന്നെ അവർ എഴുതി വെച്ചത് കാണാം. ഒരാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ മെമ്പറാകുമ്പോൾ അയാളെ ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വങ്ങൾ. അതിൽ 6ാമത്തെ ഉത്തരവാദിത്വം എന്താണ്? ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതി, ഇന്ത്യയിൽ ദൈവിക ഭരണമല്ലല്ലോ, താൻ വല്ല കുഞ്ചിക സ്ഥാനവും വല്ല ഉദ്യോഗവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ MP MLA പഞ്ചായത്ത് മെമ്പറോ ആണെങ്കിൽ അതിന്റെ കോടതി വ്യവസ്ഥയിൻ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. അപ്പോഴേ ഒരാൾ യഥാർത്ഥ മുസ്ലിമാവൂ. ജമാഅത്തെ ഇസ്ലാമി വിഭാവനം ചെയ്യുന്ന ഒറിജിനൽ മുസ്ലിം ആവണമെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗം രാജിവെക്കണം. ഇവിടുത്തെ MP MLA ആവാൻ പാടില്ല, കോടതി വ്യവഹാരം കൈകാര്യം ചെയ്യുന്ന ആളാകാൻ പാടില്ല. എന്നിട്ട് ഉദ്ദിഷ്ട മാനദണ്ഡങ്ങൾ എന്ന് പറഞ്ഞ് പിന്നെ പറയുന്ന 7ാം നമ്പർ പറയാ, ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥിതിയുടെ ഉപകരണമോ അതിന്റെ നിയമങ്ങളുടെ നടത്തിപ്പിൽ സഹായിയോ ആണെങ്കിൽ, പഞ്ചായത്ത് സെക്രട്ടറിയോ ഏത് താഴ്ന്ന ജോലിയിലാണെങ്കിലും വേണ്ടിയില്ല, ആ അഹോവൃത്തി മാർഗത്തിൽ നിന്ന് കഴിയും വേഗം ഒഴിയുക. ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് രാജിച്ചോളാം. അത്ര പെട്ടെന്ന് ഇസ്ലാമിൽ നിന്ന് അയാൾ പുറത്തു പോകാതിരിക്കാൻ അയാൾ ഇതൊക്കെ കൈയൊഴിഞ്ഞ് തിരിച്ചു വരണം.
നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ, ഈ വാദത്തിന്റെ അപകടങ്ങൾ എന്താണ്? ഇത് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഉണ്ടാക്കിയ ആഘാതം എന്താണ്? ജമാഅത്തെ ഇസ്ലാമി ഒരു പിന്തിരിപ്പൻ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ അലങ്കാരത്തിന് പറയല്ല. ഇത് ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ ജമാഅത്തെ ഇസ്ലാമി അവതരിപ്പിച്ചു. ഈ ഭരണഘടന 1996 വരെയുള്ള പരിഷ്കരണം ഉൾപ്പെട്ടതാണ്. ഇത് ആദ്യം ജമാഅത്തെ ഇസ്ലാമി 40-ൽ നിന്ന് ഇറക്കിയതല്ല, 1996 ഇറക്കിയ ഭരണഘടനയാണ്. അതിനുശേഷം ഇറക്കിയാലും ഈ ആശയമുണ്ട്. ഈ ആശയം കൊണ്ടുണ്ടായത് എന്താണ്? ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പിന്നാക്ക വിഭാഗം എന്നറിയപ്പെടാൻ പ്രധാന കാരണം മൗദൂദിയുടെ ഈ വരട്ടുവാദങ്ങളാണ്. ഇവിടുത്തെ ജനാധിപത്യമായിട്ട് സഹകരിച്ചുകൂടാ, മത്സരിച്ചുകൂടാ, MP കൂടാ, MLA കൂടാ, തൊഴിൽ സ്വീകരിച്ചുകൂടാ. ഇത് പറഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിലെ ഉറുദു ബെൽറ്റിലുള്ള മുസ്ലിമീങ്ങൾ സ്വാഭാവികമായും പിന്തിരിഞ്ഞു നിന്നു. കാരണം മൗദൂദിയാണ് പറയുന്നത് ഉറുദു ഭാഷയിലാണ്. തൗഹീദ് അപകടത്തിലാകും, ഇസ്ലാമെന്ന് പുറത്തു എന്നാ പറയണത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തേക്ക് വരാതെ, വിദ്യാഭ്യാസം നേടി തൊഴിൽ നേടുന്നതിനെ കുറിച്ച് ചിന്തിക്കാതെ അവര് പുറംതിരിഞ്ഞു നിന്നപ്പോൾ, ഇന്നും നിങ്ങൾ ഡൽഹിയിൽ ചെന്ന് നോക്കൂ, ഒരു കാലത്ത് ഇന്ത്യ രാജ്യത്തെ ഭരണചക്രം കയ്യാളിയ ഒരു തലമുറ ഇന്നും ഉന്തുവണ്ടിയുമായി ഉപജീവനത്തിന്റെ പിറകെ അവരിന്ന് ടോട്ടമോടുന്ന നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒന്നാം പ്രതി ആരാണ്? ജമാഅത്തെ ഇസ്ലാമിയാണ്. അവർക്കങ്ങനെ മാപ്പ് പറഞ്ഞോ, കൈ കഴുകിയോ രക്ഷപ്പെടാൻ പറ്റുമോ? എത്ര അപകടകരമാണിത്. കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉള്ളതുകൊണ്ട് എന്ത് സംഭവിച്ചു? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിശക്തമായി ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിദണ്ഡവാദത്തെ നിരാകരിച്ചതുകൊണ്ടാണ്, അന്നും ഇന്നും എതിർത്തു പോന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇതര സംസ്ഥാനത്തില്ലാത്ത രാഷ്ട്രീയ ഉണർവുണ്ടായത് എന്ന് ഇവിടത്തെ സമുദായ രാഷ്ട്രീയ പാർട്ടികൾ അടക്കം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയെ ഒക്കച്ചങ്ങാതിമാരാക്കി കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ ആലോചിക്കണം. ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് നടന്നാൽ ജമാഅത്തിന്റെ ആശയം പേറിയ ആളുകളായി പോകും നമ്മളാളുകൾ. അവരുടെ ഉമ്മത്തീവാദവും അതുപോലെയുള്ള വികാരവും ആളുകളെ പെട്ടെന്ന് ആകർഷിപ്പിക്കുന്ന ആശയങ്ങളാണ്. അതുകൊണ്ട് അപകടകരമായ ഈ ആശയത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ ബോധവൽക്കരിച്ചു പോകുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് സങ്കടകരമായി തോന്നുന്നത് ആ ജമാഅത്തെ ഇസ്ലാമീനെ കൂട്ടുപിടിച്ച് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ പിന്തുണച്ച് അവർക്ക് വേണ്ടിയെല്ലാം ചെയ്തു കൊടുക്കുന്നവര്, അവരുടെ പുസ്തകങ്ങളും അവരുടെ സക്കാത്ത് ശേഖരണവും ഒക്കെ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നിടത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം അപക്വമായ സമീപനമാണ് അത്. നിങ്ങളൊന്ന് ആലോചിച്ചു. അതൊക്കെ ഇവർക്കൊക്കെ ബോധ്യമുള്ള സംഗതിയല്ലേ? എന്നിട്ടും ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ അവരെ കയ്യിൽ മീഡിയ വൺ എന്ന് പറയുന്ന ഒരു മീഡിയയുണ്ട്, അത് നമുക്ക് ഉപകാരപ്പെടുമെന്നൊരൊറ്റ വിചാരത്താലാണോ ഇത് എങ്കിൽ ഓർക്കുക, ജമാഅത്തെ ഇസ്ലാമിയെ തോളിലേറ്റി നടന്നാൽ അതേത് മുന്നണികളാണെങ്കിലും അവർക്ക് വമ്പിച്ച നഷ്ടമായിരിക്കും അതുകൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ കരുതുന്നുണ്ടോ ജമാഅത്തെ ഇസ്ലാമി ഈ ആശയമൊക്കെ വിട്ട് ജനാധിപത്യത്വമൊക്കെ അംഗീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അതിലും കാപഢ്യമുണ്ട്. ഇത് കണ്ടങ്ങള് ജമാഅത്തെ ഇസ്ലാമിയുടെ സൈദ്ധാന്തിക നേതാവ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എഴുതിയ ജമാഅത്തെ ഇസ്ലാമി തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്ന പുസ്തകം. ഈ പുസ്തകത്തിന്റെ 59-ാമത്തെ പേജിൽ അയാൾ അന്ന് എഴുതിയ എന്താണെന്നറിയാം? 85-ല് ഇറക്കിയ ബുക്ക. ഇതിൽ അദ്ദേഹം അന്ന് പറയുന്നത്, നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെ നാടൊന്ന് നിങ്ങൾ ഭരിച്ചരോന്ന് ചോദിച്ചാൽ പോലും ഞങ്ങൾ അത് ഏറ്റെടുക്കൂല, ഞങ്ങൾ ഇവിടുത്തെ ഭരണത്ത് പങ്കാളിയാകൂല എന്നാണ് അവരന്ന് പറഞ്ഞത്. കേട്ടോളി, ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്നും അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെ പറ്റി എന്നിട്ട് പറയാ. എന്നാൽ കഴിഞ്ഞ 32 വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരംഗവും ഒരു MP-യോ MLA-യോ എന്ന് വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല, ആകാൻ ശ്രമിച്ചിട്ടുമില്ല. രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു ഇഖാമത്തുദ്ദീനിന് ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും
ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയായിരുന്നു വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിപ്പിച്ച് ഏൽപ്പിച്ചാൽ പോലും ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. അധികാരം നൽകാമെന്ന് പറഞ്ഞ ഖുറൈശി പ്രമുഖരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി ആവർത്തിച്ചു പ്രഖ്യാപിക്കുകയും ചെയ്യും. വലത്തെ കൈയിൽ സൂര്യൻ, ഇടത്ത കൈ ചന്ദ്രൻ എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാവും, ഞങ്ങൾ ഇവിടുത്തെ ഭരണത്തിൽ പങ്കാളിയാവൂല. കാരണം ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥക്കു പകരം ഇസ്ലാമിന്റെ സംസ്ഥാപനമാണ്. അപ്പൊ ഇവിടുത്തെ ജനാധിപത്യ സംവിധാനം പൊളിച്ച് ഇസ്ലാമിക ഭരണപ്പള വരുന്നേ, അപ്പോഴേ ഞങ്ങൾ ഭരണത്തിലുണ്ടാവുള്ളൂ എന്ന് കട്ടായമായി പറഞ്ഞ ഈ ജമാഅത്തെ ഇസ്ലാമി പിന്നെ അതാ അവര് പറയാണ് ഞങ്ങൾ മൗദൂദിയെ തള്ളുന്നു. എന്നാൽ ആ മൗദൂദിയെ തള്ളുന്നിടത്തും ഒരു ചതിയുണ്ട് കേട്ടോ, നിങ്ങളൊന്ന് കേട്ടു നോക്കി. ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ സെയ്ദ് മൗദൂദിയെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തള്ളി പറഞ്ഞു. സംഘടനയുടെ പ്രമാണം മൗദൂദിയുടെ ലിഖിതങ്ങളോ വീക്ഷണങ്ങളോ അല്ലെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ടി ആരിഫ് അലി പറഞ്ഞു. ഖുറാനും പ്രവാചക ചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇതാദ്യമായാണ് സ്ഥാപക നേതാവിനെ ജമാഅത്തെ ഇസ്ലാമി തള്ളി പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. 1941 ആളുകളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇതില് ജമാഅത്തെ ഇസ്ലാമി പുതുതായി ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ എപ്പോഴും പറയണ പോലെ ഭരണഘടനയിലുള്ളതാണ്. പ്രമാണം ഖുർആനും സുന്നത്തും അല്ലാതെ എല്ലാവരും പറയണതാണ്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങൾ മൗദൂദിനെ തള്ളിയെന്ന് വരുത്തുകയും വേണം, നാട്ട് തള്ളിയിട്ടുമില്ല. കാപഢ്യമാണ് ആ തള്ളുന്ന വിഷയത്തിൽ പോലും അവർ സ്വീകരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് 2019. എന്നാൽ 2021 അതേ മൗദൂദിയുടെ ആശയത്തെ അവർ വീണ്ടും അടിച്ചിറക്കാണ്. ജനാധിപത്യത്തിനെതിരെ അത് താകൂത്താണ്, അതിന് സഹകരിക്കാൻ പാടില്ല, അത് ഇസ്ലാമിക രാജ്യദ്രോഹ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞ പുസ്തകം 2021 വീണ്ടും അടിച്ചിറക്കാണ്. മാത്രമല്ല മൗദൂദി ഈ പറഞ്ഞതുപോലെ ഇവരുടെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ചില വാചോടാപ്പങ്ങളാണ് ഈ മതേതരത്വം ജനാധിപത്യം എന്നൊക്കെ ഇപ്പൊ നമ്മൾ പറയണത് എന്ന് ഇവരുടെ തലമുതിർന്ന മൗലവിയായ KC അബ്ദുള്ള മൗലവി അയാൾ പറഞ്ഞു കേട്ടു നോക്കി. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പൊ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്, നമുക്ക് ഇവിടെ ജീവിക്കട്ടെ. അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നല്ലാണ്ട് പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അതാണ് ഇപ്പൊ തട്ടിപ്പ് കണ്ടങ്ങള്. ഇതൊക്കെ ഡെമോക്രസി ജനാധിപത്യം എന്നൊക്കെ നമ്മളിപ്പം പറയാൻ തുടങ്ങിയതൊക്കെ ഒരു ഇവിടെ ജീവിക്കണ്ടേ, ജീവിക്കാൻ വേണ്ടി വാചകങ്ങളിൽ ചില മിനുക്കുമണി ചെയ്തതാണ്. നമ്മൾ ആശയത്തിൽ വ്യത്യാസമൊന്നുമില്ല, ഇത് തന്നെയാണ്. അതുകൊണ്ടാ ജമാഅത്തെ ഇസ്ലാമി തൗബ ചെയ്യുകയോ ജനാധിപത്യത്തെ അംഗീകരിക്കാൻ തയ്യാറാകുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരിന്നും പഴയ പടി തന്നെയാണ്, പച്ച കാപഢ്യം പുറത്തു കാണിക്കുകയാണ്. അങ്ങനെ തങ്ങന്മാരെ അടക്കം ഇവര് എടുത്ത് പുറത്തു കൊണ്ടുവരുന്നതിലൊക്കെ കാപഢ്യ. അപ്പൊ തങ്ങന്മാരെ കൊണ്ടൊരു ഉദ്ഘാടനം ചെയ്യിപ്പിക്കണ പരിപാടി ഉണ്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക്. പാണക്കാട്ട് പോയിരുന്നു, നമ്മളറിഞ്ഞ വിവരം എങ്ങനെ ഇതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണതിന്റെ ഇടയില് പിന്നെ ഞങ്ങളെ ചെറിയൊരു വര തങ്ങളിതൊന്നും നാട് കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ അവിടുന്ന് തങ്ങളെ കൊണ്ടാണ് കൊടുത്തു. എന്നിട്ട് പിന്നെ ഒരു വാർത്ത കൊടുക്കാണ്, ഇതാ ഞങ്ങളെ സക്കാത്ത് ശേഖരണത്തിന്റെ ഉദ്ഘാടനം തങ്ങൾ നിർവഹിച്ചിരിക്കുന്നു. എന്തിനാണ്? തങ്ങന്മാരി എന്ന് പറഞ്ഞ കൂട്ടര് തന്നെ ഇല്ല എന്ന് വാദിച്ചവരാ ജമാഅത്തെ ഇസ്ലാമി. ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ പ്രബോധനം 1969 ആഗസ്റ്റ് പേജ് 5 ഇതിൽ പറഞ്ഞു കേട്ടു നോക്കി നിങ്ങള്. മുഹമ്മദ് നബിക്ക് പുരുഷ സന്താനം ഒന്നും ജീവിച്ചിരിക്കുകയുണ്ടായില്ല, അതിനാൽ അവിടത്തേക്ക് പിന്മുറക്കാർ ഇല്ലായിരുന്നു. ഇസ്ലാമിക നിയമമനുസരിച്ച് പുരുഷ സന്തതികളുടെ പരമ്പര മാത്രമേ പിന്മുറക്കാരാവൂ. നിബിധങ്ങളെ പ്രത്യേകതയൊന്നും അംഗീകരിക്കണില്ല. എന്നിട്ട് പറയാ, ആകയാൽ പഴയ അറേബ്യൻ ജാഹിലിയത്തിന്റെ നഗ്നമായ ചിഹ്നമാണ്
അഹ്ലുബൈത്തിലും തങ്ങന്മാരിലുമുള്ള വിശ്വാസം, ഈ വിശ്വാസം എത്ര വേഗം തുരത്തപ്പെടുന്നുവോ അത്രയും സമുദായത്തിലെ ഉച്ചനീചത്വം അവസാനിക്കും. തങ്ങന്മാരിലും അഹ്ലുബൈത്തുള്ള വിശ്വാസം ഇവിടുന്ന് നിർമ്മാർജ്ജനം ചെയ്താലാണ് അത്രേ അന്ധവിശ്വാസം ഒഴിവായി പോവാൻ. ആ തങ്ങന്മാരെടുത്തു പോയിട്ട് എന്തിനാ ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇങ്ങനെ ഓല സംഗതിയൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കണേന്റെ രഹസ്യമോ? അത് മറ്റൊരു കാപഢ്യമാണ്. ഇവര് പണ്ട് പറഞ്ഞത് പലതും പിന്നെ മാറ്റി എന്നതാണ്. ഇതാണ് വലിയ പ്രശ്നം. ജനാധിപത്യത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് എന്ന് പറഞ്ഞു, ഇപ്പം പറയുന്നു ജനാധിപത്യ ഭരണം വരണമെന്ന്. സെക്യുലറിസത്തെ കുറിച്ച് പണ്ട് ശിർക്കാണ് ഗുഫ്രാണ് എന്ന് പറഞ്ഞു, ഇപ്പോൾ സെക്യുലറിസ്റ്റുകളെ കൂട്ടുപിടിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. ദേശീയതയെ തള്ളിക്കളഞ്ഞു, ഇപ്പോൾ ദേശീയ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. വോട്ട് ചെയ്യൽ ശിർക്കാണ് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നു, വോട്ട് പിടിക്കുന്നു, വോട്ട് ചെയ്യിക്കുന്നു. ഇതാണ് വേറൊരു പ്രശ്നം. സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പണ്ട് പറഞ്ഞു, ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നു. ചെയ്യാൻ വേണ്ടി സമരം ചെയ്യുന്നു, സർക്കാർ വകുപ്പുകൾക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മറ്റൊരു പ്രശ്നം. ഇങ്ങനെ ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് പിന്നെ പറയും, പിന്നെ പറയുന്നില്ല, മാറ്റി പറയും. ജമാഅത്തെ ഇസ്ലാമി പണ്ട് പറഞ്ഞത് എന്താണ്, പിന്നെ പറഞ്ഞത് എന്താണ്, മാറ്റി പറഞ്ഞത് എന്താണ്? ഇത് ഞാൻ വിശദീകരിക്കും, വളരെ വിശദമായിട്ട് തന്നെ പറയും. പക്ഷേ ഇത് ജമാഅത്തെ ഇസ്ലാമിന്റെ മാത്രം തെറ്റാണോ? ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം തെറ്റാണോ? മാറ്റും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാറ്റും, ഇനിയും മാറ്റും. പക്ഷെ മാറ്റുക എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാത്രം പരിപാടിയാണോ? മാറ്റുക എന്നത് ഒന്നാമതായി വിശുദ്ധ ഖുർആന്റെ പരിപാടിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ നമുക്കാർക്കും മാറ്റാൻ കഴിയില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാറ്റാൻ കഴിയില്ല. ഒരിക്കൽ പറഞ്ഞത് പിന്നീട് മാറ്റുക എന്നത് ഒരു ആരോപണമായി ഉന്നയിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെതിരെയല്ല ഉന്നയിക്കേണ്ടത്. നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പഠന വിഭാഗം തന്നെ ഇല്ലേ നമുക്ക്? ജാമിയത്തു സലഫിയിലും അത് പഠിപ്പിക്കുന്നില്ലേ? സുന്നമുസ്സലാമിലും അത് പഠിപ്പിക്കുന്നില്ലേ? റൗളത്തുൽ ഉലൂമിലും അത് പഠിപ്പിക്കുന്നില്ലേ? നേരത്തെ പറഞ്ഞത് മാറുക എന്നതാണ് നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. അങ്ങനെയൊന്നുണ്ട്. വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കിയാൽ കള്ള് കുടിക്കൽ അത്ര നല്ലതല്ല എന്നും കാണാം, കള്ളുകുടി ഹറാമാണ് എന്നും കാണാം. അപ്പൊ കള്ളു കുടിക്കൽ അത്ര നല്ലതല്ല എന്ന ആയത്തും വെച്ചിട്ട് ഇതെന്താ ഒരു കിതാബത്തിന് ഒരു സ്ഥലത്ത് കള്ളുകുടി അത്ര നല്ലതല്ല, ദോഷം. നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമി അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി പറയണത് അതിനെ ന്യായീകരിച്ചു. അയാള് ന്യായീകരണം പറഞ്ഞു കേട്ടില്ല നിങ്ങള്? ഖുർആനിൽ അങ്ങനെ മാറ്റണ്ടല്ലോ, അതുപോലെ ഞങ്ങൾ മാറ്റണം. ഇവരിതുവരെ പറഞ്ഞെന്താന്നിട്ട് നിങ്ങളെ അള്ളാഹുവിന് മാത്രമേ നിയമം നിർമ്മിക്കാനും മാറ്റാനും തിരുത്താനും ഒക്കെ അധികാരമുള്ളൂ എന്നാണ്. അതല്ല, നിങ്ങൾക്കും നിയമം ഉണ്ടാക്കാൻ അധികാരമുണ്ട് എന്നാണ് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ മുശ്രിക്കായത്. ഇപ്പൊ മൂപ്പര് പറയാണ് അള്ളാഹു നാസിഖും മൻസൂഖും ഒക്കെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നേരത്തെ അള്ളാഹ് അനുവദിച്ച ഒരു വിധിയെ പിന്നെ അള്ളാഹ് ദുർബലപ്പെടുത്തണില്ലേ? അപ്പൊ അതുപോലെ ഞങ്ങൾക്കും അധികാരമുണ്ട് എന്ന് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി പടച്ചവനാണെന്നല്ലേ ഈ പറയണത്? നിങ്ങൾ ഇതുവരെ പറഞ്ഞ വാദത്തിന്റെ ഘടക വിരുദ്ധല്ലേ? എത്ര വിവരം കുറഞ്ഞത്. ഷൂറ അംഗാണ് ഖാലിദ് മൂസാ നദ്വി എന്ന് പറഞ്ഞ ആളാ, ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന മുശാവറ അങ്ങ ഷൂറ അങ്ങേ. അയാളെ വിവരം കണ്ടങ്ങള് അല്ലാഹു തആല ഖുർആനിൽ മാറ്റിയില്ലേ, ഞങ്ങൾക്ക് അതുപോലെ മാറ്റിക്കൂടെ? അപ്പൊ എന്നാ പിന്നെ ഇസ്ലാമിന് നിങ്ങൾക്ക് അത് വിട്ടെന്നാ പഠിച്ച നിങ്ങൾക്ക് ഇഷ്ടം പോലെ മാറ്റിക്കോളി എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്യോമ അക്മത്തുലക്കും ദീനക്കും അത്തുമം തലേക്കും നിയമത്തി നോക്കുക അള്ള പറഞ്ഞെന്തിനാ? അതിനുശേഷം നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി വിട്ടെന്നാണെങ്കിൽ പൂർത്തിയാക്കി എന്ന് പറയണോ? ബാക്കി നിങ്ങളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ പോരേനെയോ? ഈ രീതിയിൽ മതം കൊണ്ട് കളിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി. അതൊരു ഇസ്ലാമിക പ്രസ്ഥാനമല്ല. അതാ നമ്മൾ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമാണ്. ഇന്നത് പച്ചയായി പുറത്തിയാടി. ഇന്ന് വേറെ ഒരു അജണ്ടയുമില്ല. ഇതൊക്കെ അങ്ങോട്ട് വെട്ടി വിഴുങ്ങിയിട്ട് ഈ ശിർക്കും കുഫറും ഒക്കെ ഒന്നായിട്ട് സാമ്പാറാക്കിയിട്ട് ഒരൊറ്റ വിഴുങ്ങല്. അങ്ങനെ അതാ ഇപ്പൊ രൂപീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു വെൽഫെയർ പാർട്ടി. ഇനി ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറണം. വരുമ്പം എന്തായിരുന്നു പറഞ്ഞത്? രണ്ടു മുന്നണി മോശമാണ് എന്ന് പറഞ്ഞിട്ടാ വന്നത്. ഇനി ഏതെങ്കിലും ഒരു മുന്നണി കയറണമെന്നായി. അതിനു വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമവുമായി ജമാഅത്തെ ഇസ്ലാമി ആലുപോയ
എന്താ പറയാ ഭൂതത്തെ പോലെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ആരെടുത്ത് തോളിൽ വെച്ചാലും അവര് കുടുങ്ങാൻ പോകുകയാണ് എന്ന് മാത്രമാണ് പറയുന്നത്. ഈ അബദ്ധമായ ആശയങ്ങളെ ജമാഅത്തെ ഇസ്ലാമി ശരിക്കും ഉപേക്ഷിച്ചതല്ല. അതൊക്കെ കാപട്യത്തിന്റെ ഭാഗമായി ആളുകളുടെ മുമ്പിൽ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. എറണാകുളത്ത് മദീന മസ്ജിദിൽ സക്കാത്ത് കമ്മിറ്റി സ്ഥാപിച്ചിരുന്നു. മർഹൂം KT അബ്ദുറഹീം മൗലവിയാണ് അതിൻ്റെ സ്പോൺസർ 1987. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം താമസിയാണ്ട് അതിലേക്ക് ഫണ്ട് ധാരാളമായിട്ട് വരാൻ തുടങ്ങി. ആദ്യമൊക്കെ 10,000 20,000 ഒക്കെ ആവും, പിന്നെ അത് 12 ലക്ഷവും 20 ലക്ഷം ഉറുപ്പ്യൊക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ എനിക്കും തോന്നി ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ എന്ന്. കാരണം നമ്മൾ പണം പിരിക്കുന്നു സക്കാത്ത്, എന്നിട്ട് സൂക്ഷിക്കുന്നു. 2-3 മാസം കഴിഞ്ഞിട്ടാണ് വിതരണം തുടങ്ങുക. അതുവരെ ഇതാർക്കാ കൊടുക്കേണ്ടത്, ആരാ അവകാശം അന്വേഷിക്കുന്നൊക്കെ പണിയാണ്. അപ്പോൾ ഈ അന്വേഷിക്കുന്ന പണിയെടുക്കുന്ന ആളൊന്നും ആത്മാർത്ഥമായിട്ടൊരു പണിയെടുക്കില്ല. അപ്പോൾ മാസത്തിൽ ഒരു ദിവസം എവിടെയെങ്കിലും പോയി 2 വീട്ടുകാരെ കണ്ടിട്ട് അങ്ങനെ അങ്ങ് നീണ്ടുപോകും. അപ്പം അങ്ങനെ വരുമ്പം ഇടയ്ക്ക് ഈ പൈസ നമ്മളിൽപ്പെട്ട ആൾ തന്നെ കടമെടുക്കും. 1 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരണം, വിതരണത്തിൻ്റെ സമയത്ത് തരാം, 2 ലക്ഷം ഉറുപ്പ്യ എൻ്റെ തരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഒക്കെ വേഗം കൊടുക്കും. കാരണം ഇത് മേക്കെന്ന് പോകണമല്ലോ. ഇത്രയും പണം കെട്ടിക്കിടക്കും ഏതെങ്കിലും ഒരുത്തം കയറി വന്നാൽ സക്കാത്ത് പൈസയാണെന്ന് പറഞ്ഞാൽ അവർ കൂട്ടാക്കുമോ? ഇല്ലല്ലോ. അങ്ങനെ ഇരിക്കും 2000 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിലാണ് എൻ്റെ ഓഫീസിലേക്ക് അബ്ദുസലാം മൗലവി കയറി വന്നു. അതിൻ്റെ 1ാം നിലയിലാണ് ഓഫീസ്. 1ാം നിലയിലല്ല, മെസനൈൻ ഫ്ലോറാണ്. വാതുക്കൽ നിന്ന് അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, നിങ്ങളിപ്പോൾ ഇവിടുത്തെ ഖലീഫയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ പോലും രാവിലെ ഒരു പുതിയ പിരാന്തുമായിട്ടാണ് ഇറങ്ങി വന്നത്. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ബസ്സെന്ന് പറയുന്നത് കേട്ടു, ആഷിമാജിയാണ് ഇപ്പോൾ എറണാകുളത്തെ ഖലീഫ. വിശ്വാസികളുടെ സക്കാത്തൊക്കെ അദ്ദേഹം മേടിച്ച് വെച്ചിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന ആൾക്ക് തോന്നുമ്പോൾ കൊടുക്കലൊക്കെയാണെന്നല്ലെങ്കിൽ ബസ്സെന്ന് സംസാരിക്കുന്നത് കേട്ടോ. അത് കേട്ടിട്ടാ അങ്ങനെ ഇറങ്ങി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്കുക, എന്താണെന്ന് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സംഭവം ഇങ്ങനെയാണ്, ഇതിങ്ങനെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കതിലിപ്പോൾ തീരെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇത് അള്ളാൻ്റെ അമാനത്താണല്ലോ, അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റില്ല. ഞാനിതിൻ്റെ മുത്തവല്ലിയല്ലേ. അപ്പം മൂപ്പർ പറഞ്ഞ് ഇത് ശരിയല്ല, ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുവാനോ പണം മേടിച്ച് വെക്കാൻ നിങ്ങൾക്കൊരു അധികാരമില്ല, വേറെ ആർക്കും ഒരു അധികാരമില്ല. ഇതിന് തെറ്റായ കീഴ്വഴക്കങ്ങൾ ആരുടെയോ എന്തിൻ്റെയോ താല്പര്യത്തിൻ്റെ പേരിലെല്ലാം ഉണ്ടായിപ്പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി താല്പര്യം ജമാഅത്തെ ഇസ്ലാമിൻ്റെയാണ്. അവർക്ക് ബൈത്തുൽ സക്കാത്ത് ഉണ്ടാക്കണം. അതിന് മുൻകൂട്ടിയായിട്ട് പല പള്ളികളിലും കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ട് അതിന് ഒരു തുടക്കം ഉണ്ടാക്കണം. പിന്നെ അതെല്ലാം കൂടി ബൈത്തുൽ സക്കാത്തിലേക്ക് അമാൽഗമേറ്റ് ചെയ്യുക. അതാണിപ്പോൾ നടക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞു ഞാനൊഴിവാ, ഞാനിപ്പോൾ 5-6 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നെ ഞാനതിൻ്റെ ചെയർമാനാണെങ്കിലും കൺവീനറായിട്ട് ഞാൻ വേറൊരാളെ നിയമിച്ചത്. പൈസ ഒന്നും എൻ്റെ കൈക്ക് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് എനിക്കതിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയില്ല. അത് ഏറ്റവും അധികം വഖഫ് സ്വത്തുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷേ ഈ വഖഫ് സ്വത്തുകളിൽ വലിയൊരു പങ്ക് അന്യാധീനപ്പെട്ടു പോകുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇതാരൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അന്വേഷിച്ചു വരുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതൃത്വത്തിൽ തൃശൂർ കൊടുങ്ങല്ലൂരിൽ വഖഫ് സ്വത്ത് തട്ടിയെടുത്തതായി പരാതി. കൊടുങ്ങല്ലൂർ വെളുത്തകടവ് ദാറുസ്സലാം ജുമാ മസ്ജിദും മദ്രസയുമാണ് തട്ടിയെടുത്തത്. ഇതിനു പുറമെ ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി പള്ളിക്ക് ലഭിച്ച 2,76,00,000 രൂപയും ഇവർ അപഹരിച്ചു എന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു. സ്വത്ത് തട്ടിയെടുത്തതിൽ സംഘടനയ്ക്കെതിരെ മാസങ്ങളായി സമരത്തിലാണ് പ്രദേശവാസികളായ വിശ്വാസികൾ. കൊടുങ്ങല്ലൂർ വെളുത്തകടവ് ദാറുസലാം ജുമാ മസ്ജിദും വഖഫ് ഭൂമിയിൽ ഉൾപ്പെട്ട മദ്രസയും ദേശീയപാത വികസനത്തെ തുടർന്ന് പള്ളിക്ക് ലഭിച്ച 2,76,00,000 രൂപയും ജമാഅത്തെ ഇസ്ലാമിയും പോഷക സംഘടനകളും ചേർന്ന് തട്ടിയെടുത്തെന്നാണ് പരാതി. ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഷാനവാസ് KK, വെൽഫെയർ പാർട്ടി നേതാക്കളായ അബ്ദുൾ ലത്തീഫ്, റഷീദ് മാസ്റ്റർ തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണം. മുൻ പള്ളി കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് മക്കാറിനെ തെറ്റിദ്ധരിപ്പിച്ച് രേഖകൾ ഒപ്പിട്ട് വാങ്ങിയ ശേഷം 1 വർഷം മുൻപ് മാത്രം ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴിൽ ആരംഭിച്ച ദാറുസലാം ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ട്രസ്റ്റിലേക്ക് സ്വത്തുക്കളും പണവും കൈമാറ്റം ചെയ്യുകയായിരുന്നു. 22-ലാണ് ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട സ്ഥലം ഹൈവേ ഏറ്റെടുക്കുന്നത്. അതിൽ നിന്ന് ഏകദേശം 2,76,44,000 രൂപയോളം ഈ പള്ളിക്ക് പള്ളിയുടെ അക്കൗണ്ടിൽ വരികയും
അതിനുശേഷമാണ് ഇവിടെ ആരും അറിയാതെ, ഈ ജനങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റിയോ പൂർണ്ണമായ അർത്ഥത്തിൽ അറിയാതെ ഒരു ട്രസ്റ്റ് ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിൽ രൂപീകരിക്കുകയും 2 പേര്, പ്രത്യേകിച്ച് അന്ന് നിലവിലുണ്ടായിരുന്ന പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറി അടക്കമുള്ള 2 പേര് അതിന്റെ ഭാരവാഹികളായതുകൊണ്ട് ആ ട്രസ്റ്റ് രൂപീകരിച്ച് ഈ സാമ്പത്തികം മുഴുവനും ആ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ പേരിലുണ്ടായിരുന്ന ഭൂസ്വത്തും അവരുടെ പേരിലേക്ക് മാറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه